അല്ല എന്താണ് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടെ വീഡിയോ എന്താ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും അല്ലെന്ന് മോർണിംഗ് ഡ്യൂട്ടിയാണ്. എണീച്ചപ്പോൾ തന്നെ കുറച്ച് നേരം വൈകി. അതുകൊണ്ട് ഷർട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അയൺ ചെയ്ത് വേഗം കുളിക്കാൻ പോയി. കുളിച്ച് മാറ്റി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ചൂടുണ്ട് രാവിലെ തന്നെ. എന്നാലും അല്ല ഡ്യൂട്ടിക്ക് ആക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിയോ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി നീച്ച് വന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാനും ജാബർ ഒന്ന് പുറത്തിറങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആകാശത്ത് നല്ല മഴക്കാറ് കാണുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ താഴേക്ക് നല്ല ചൂട് തന്നെയാണ് കാണാൻ കേട്ടോ. ഇപ്പോൾ നമ്മളെ ചുറ്റുപാട് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വില്ലയുടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ഒഴിഞ്ഞ പ്രദേശങ്ങൾ ക്യാമറയ്ക്ക് നോക്കി കണ്ട് ഒരു ഹായ് പറയാൻ പറഞ്ഞാലും ജാബറിന് മടിയാണ് കേട്ടോ. ഏതായാലും വേണ്ടില്ല അതും ചെയ്യിപ്പിച്ച് കണ്ട് ജാബർ മുന്നിലും ഞാൻ പിന്നിലായിക്കൊണ്ട് അങ്ങനെ നടന്നു. ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങാനുള്ള ലക്ഷ്യത്തിലാണ് ഈ നടക്കുക കേട്ടോ. ഇന്ത്യ പിന്നെ എവിടേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാലും ബീച്ചിന്റെ അടുക്ക് ലാസ്റ്റ് എത്തുള്ളൂ. ഞങ്ങളിപ്പോൾ താമസിക്കണം ബീച്ചിന്റെ ഏതാണ്ട് അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വണ്ടി തിരക്കും കാര്യങ്ങളൊക്കെ റോട്ടിലുണ്ട്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ഇതുപോലത്തെ കടകളും കാര്യങ്ങളൊക്കെ തുറക്കും. ഞങ്ങളിപ്പോൾ സമയം ഏതാണ്ട് ഒരു 5-5:30 മണിയായപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് വെറുതെ അങ്ങനെ നടക്കുമ്പോഴാണ് ബീച്ചിന്റെ അടിപൊളി വ്യൂ കിട്ടാൻ ഭാഗത്തിന് ഒരു വീട് മലന്റെ മേലെ ഉണ്ടായിരിക്കുന്നത് കാണുന്നത്. കോർഫ്ഗാം ബീച്ചിൽ പിന്നെ ഫുജേറത്തെ മൈൽ കേട്ടോ. ബോട്ടിംഗ് സർവീസും വേറെ കുറെ വാട്ടർ ബൈക്ക് അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റിക്കായി ഇതുപോലത്തെ ലൈഫ് ഗാർഡ്സും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു സർവീസ് വെസലാണ്. ഇതിപ്പോൾ ഇങ്ങനെ കോർഫ്ഗാം പോർട്ടിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നോക്കി കാണുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടി. ഇതിന്റെ പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ ഏതായാലും ആദ്യമായിട്ടാണ് ഈ പരിപാടി ഇവിടെ വന്നിട്ടാണ് ഏതായാലും കാണുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഏതായാലും ഞങ്ങൾ എവിടെയും കുറച്ചേരം ഇരിക്കാനുള്ള തീരുമാനത്തിലെത്തി. ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇരിക്കാൻ വലിയ സുഖമൊന്നുമില്ലെങ്കിലും കുറച്ചേരം അവിടെ ഇരുന്നുകൊണ്ട് വർത്താനം പറഞ്ഞു. കുട്ടിക്കിട്ടില്ല തമാശയും കളിഞ്ചിരിയും പറഞ്ഞുകൊണ്ട് അവരൊരു ഭാഗത്ത് അതായത് നമുക്ക് തിരിച്ച് റൂമിൽ തന്നെ നടക്കാറ്. ഞാൻ ജാവറും പുറത്തിറങ്ങിയപ്പോൾ ഒരു വണ്ടി വന്നു. അതിനാരെ കൈയൊക്കെ കാട്ടി ആരാന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ ചൂടും സഹിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ നടക്കാനുള്ള പ്ലാനിലെത്തി. അവസാനം അങ്ങനെ തിരിച്ച് നടക്കുമ്പോൾ മഴക്കാർ ആകാശത്ത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതോട് പെയ്യുന്നു. കൂടുതലാണ്ട് തന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാനും അത്യാവശ്യം സാധനം വാങ്ങാൻ വേണ്ടി ഞാൻ ജാവറും സൂപ്പർ മാർക്കറ്റ് കയറി. അവിടുന്ന് കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ റൂമിലേക്ക്. ഇതൊക്കെ തന്നെ പറയാനും കാണിക്കാനുള്ളത്. പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി. അപ്പോൾ ഇതൊക്കെ തന്നെ നേരം വേണ്ടേ.